ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ കാര്യം ശുചിത്വമാണ്. ഇസ്ലാം വൃത്തിയുടെ മതമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അത്തൊഹൂറു ശത്രുൽ ഈമാൻ. വൃത്തി, ശുദ്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അർദ്ധഭാഗമാണ്. വിശ്വാസം മനസ്സ് ശുദ്ധിയാക്കുന്നതാണ്. അത് 6 ഈമാൻ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാകുമെങ്കിൽ നമ്മളെ ശരീരവും നാം ധരിച്ച വസ്ത്രവും നമ്മൾ താമസിക്കുന്ന സ്ഥലവും ജീവിത പരിസരവുമെല്ലാം ശുചിത്വത്തോടെ സംരക്ഷിക്കുമ്പോഴാണ് നമ്മളെ വിശ്വാസം പൂർത്തിയാകുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ബുനിയൽ ഇസ്ലാമു അലൻ നളാഫ. ഇസ്ലാമിനെ സ്ഥാപിക്കപ്പെട്ടത് വൃത്തിയുടെ മേലെയാണ്. അതുകൊണ്ട് ശുചിത്വം എന്നത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. അതിന് നമ്മളെ ശരീരമാണ് ആദ്യം നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. നമ്മുടെ മുടി അത് വൃത്തിയായി വെട്ടിയൊതുക്കുകയും വാർന്നും എണ്ണയിട്ടും അതിനെ വൃത്തിയാക്കുകയും ചെയ്യണം. ഫതുഹുൽ മുഈനിൽ കാണാം, ഒന്നിട വിട്ട് എണ്ണ തേക്കൽ സുന്നത്താണ്. കണ്ണിന്റെ വൃത്തി നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിന്റെ ഭാഗമായി അത് കഴുകലും പീളക്കുഴിയൊക്കെ നന്നായി വൃത്തിയാക്കലും സുർമയിടലുമൊക്കെ അതിന്റെ ഭാഗമാണ്. നഖം നീണ്ടു വളരാൻ അനുവദിക്കരുത്. അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടുന്ന ചേറും ചളിയും അതായിരിക്കും നമ്മൾ കാണുക. പക്ഷേ പല അണുക്കളും അവിടെ പതിയിരിക്കും. അതിലൂടെ മാരകമായ രോഗങ്ങൾ നമ്മളിൽ പടരും. മീശ അത് ചുണ്ടിൽ നിന്ന് വായിലേക്ക് ഇറങ്ങാതെ അതിനെ വെട്ടി നമ്മൾ വൃത്തിയോടെ കാത്തു സൂക്ഷിക്കണം. നബിതങ്ങൾ പറഞ്ഞു, കൈക്കാലുകളുടെ കെണിപ്പുകൾ പ്രത്യേകം നമ്മൾ ചകിരി ഉപയോഗിച്ചോ മറ്റോ അത് നന്നായി വൃത്തി വരുത്തണം. ഇങ്ങനെ കൈ, മൂക്ക്, നമ്മളെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട രോമങ്ങൾ ഇതെല്ലാം നീക്കം ചെയ്ത് എല്ലാ ദിവസവും കുളിച്ച് വൃത്തിയോടുകൂടെ നടക്കാനാണ് അല്ലാഹു റസൂൽ നമ്മളോട് പറയുന്നത്. ഖുർആൻ പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? പാശ്ചാത്താപ ബോധമുള്ള, ശുദ്ധീകരിക്കപ്പെട്ട, തൗബ ചെയ്ത മനസ്സിന്റെ ഉടമകളെയും വൃത്തിയുള്ള ശരീരത്തിന്റെ ഉടമകളെയുമാണ് അല്ലാഹു താല്പര്യപ്പെടുന്നത്. അപ്പൊ ആത്മീയമായും ഭൗതികമായുമുള്ള വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു ജനവിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് സാധ്യമാകുന്നതും. ഇന്ന് രോഗങ്ങൾ പടർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മനുഷ്യന്റെ കൈകളാണ് എന്നാണ്. പ്രത്യേകിച്ച് ഈ മാരകമായ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ കൈകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പടരുന്നത്. ലോകാരോഗ്യ സംഘടന പറയുന്നതും പകർച്ചവ്യാധികളെ തടയാൻ പ്രായോഗികമായ പരിഹാരം എന്താണ്? ഇടക്കിടക്ക് നമ്മൾ മുൻകൈ കഴുകുക എന്നതാണ്. മുൻകൈയുടെ ഒരു പ്രത്യേകത, അടങ്ങി നിൽക്കാത്തൊരവയവമാണ്. ഉറങ്ങുന്ന സമയത്ത് പോലും ഉറക്കമൊഴിച്ച് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന 2 പട്ടാളക്കാരാണ് 2 കൈകൾ. തലയിൽ പേൻ കടിച്ചാൽ നമ്മളെ ഉണർത്താതെ അവർ പോയി ചൊറിയുകയാണ്. മൂട്ട കടിച്ചാൽ അവരതിനെ ഞെരിച്ചു കൊല്ലുകയാണ്. കൊതു വന്നാൽ അതിനെ തല്ലിക്കൊല്ലുക. ഇതൊന്നും നമ്മൾ അറിയില്ല. ഏതെങ്കിലും ഭാഗത്ത് ചൊറിഞ്ഞാൽ അവിടെ പോയി മാന്തിക്കീറുകയാണ്. നേരം വെളുക്കുമ്പോഴേക്ക് ഈ കൈകളിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക? അതുകൊണ്ട് തന്നെ ഈ കയ്യിൻ്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രതപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാ. നിങ്ങളൊരു പാത്രത്തിൽ നിങ്ങൾ ആ കൈ കൊണ്ടുപോയി മുക്കരുത്. അതേപോലെ തന്നെ ആ കൈ കൊണ്ട് നമ്മൾ ബ്രഷ് എടുത്ത് പല്ല് തേക്കരുത്. ആ കൈ കൊണ്ട് നമ്മൾ ആഹാരം പാകം ചെയ്യാൻ മാവ് കുഴക്കരുത്. ഏതുവരെ? ഹത്താ യഗ്സിലഹാ സലാസ. 3 തവണ എഴുന്നേറ്റ് ഉടനെ കൈ കഴുകണം. ഇത് നമ്മളൊക്കെ ശീലാക്കേണ്ടതാണ്. രാവിലെ എഴുന്നേറ്റ വേഗം ബ്രഷ് എടുത്ത് പല്ലേക്കലല്ല, ആദ്യം 3 വട്ടം കൈ കഴുകണം. അതിന്റെ കാരണം അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു ലാ യദ്രി ഐന ബാതത് യദാ. അവന്റെ കൈകൾ രാത്രി എവിടെയാണ് വിഹരിച്ചത് അവൻ അറിയില്ല. അവൻ കിടന്നുറങ്ങിയത് എവിടെയാണെന്നറിയാം. കൈകൾ പല സ്ഥലത്തും പോയിട്ടുണ്ടാവാം. ആ കയ്യിലെ മാലിന്യം അത് നമ്മളെ ശരീരത്തിന് ദോഷകരമായി മാറാതിരിക്കാൻ എപ്പോഴും ഉണർന്നെഴുന്നേറ്റാൽ കൈ കഴുകുന്ന ശീലം വേണം. ഭക്ഷണത്തിന്റെ മുമ്പ് കൈ കഴുകണം, ഭക്ഷണത്തിന്റെ ശേഷം കൈ കഴുകണം. ലോകാരോഗ്യ സംഘടന പറഞ്ഞ ആ രോഗം പടരാതിരിക്കാനുള്ള ജീവിത രീതിയാണ് ഇസ്ലാം ഇവിടെ നമ്മളോട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, വുളൂ ചെയ്യുന്ന ഒരു വിശ്വാസി ഒരു ദിവസം ചുരുങ്ങിയത് 5 വട്ടം വുളൂ ചെയ്താൽ ഒരു വുളൂയിൽ മാത്രം നമ്മൾ 6 തവണ മുൻകൈ കഴുകുന്നുണ്ട്. സുന്നത്തായ 3ഉം ഫർളായ 3ഉം. അപ്പൊ 30 തവണയാണ്. ഒരു ദിവസം 5 നേരം വുളൂ എടുക്കുന്ന ഒരു വിശ്വാസി അവൻ 30 തവണ അവന്റെ മുൻകൈ കഴുകുന്നു എന്ന് പറയുമ്പം ഇതുപോലെ വൃത്തിയോടെ ജീവിക്കാൻ ഒരു പ്രത്യയശാസ്ത്രം പരിശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം അല്ലാതെ വേറെ ഏതാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്ര ആരോഗ്യദായകമാണ് ഇസ്ലാമിന്റെ ജീവിത ശൈലി. ഇതുപോലെ തന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക, പല്ല് തേക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക, ഇത് ഓരോന്നും പഠനവിധേയമാക്കേണ്ട വിഷയങ്ങളാണ്. സമയധരികയുമെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളെ മൂക്ക് എന്ന് പറയുന്നത് ജീവവായു കടന്നു പോകുന്ന ഒരു വഴിയാണ്. അതിലൂടെ പലതും ചിലപ്പം കൂടെ പോകും. അന്തരീക്ഷ മലിനീകരണം വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലമാണ്.
നമ്മളെ തലസ്ഥാന നഗരിയിലൊന്നും ശ്വാസം കിട്ടാത്ത വിധത്തിൽ വായു മലിനപ്പെട്ട് കിടക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളൊക്കെയും ശ്വസിക്കുന്ന ഓക്സിജൻ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ പിടിച്ചു വലിക്കുന്നത്, അങ്ങനെ കടന്നു പോകുന്നത് ധാരാളം അണുക്കളും പൊടിയും പുകയൊക്കെയാണ്. പ്രകൃതിപരമായി അള്ളാഹു അതിനെ തടയാൻ നമ്മളെ മൂക്കിൻ്റെ ഉള്ളിൽ രോമങ്ങൾ പടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ കൂടി കണ്ണുവെട്ടിച്ച് ചിലപ്പോൾ ഈ പൊടിയും പുകയൊക്കെ മേലോട്ട് കയറിപ്പോകും. കയറിപ്പോയാൽ അതിനെ തടയാൻ വേണ്ടി മൂക്കിൻ്റെ ഉൾഭാഗത്ത് പ്രകൃതിപരമായി തന്നെ അള്ളാഹു ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക പശർമയും നനവും മൂക്കിൻ്റെ ഉൾഭാഗത്തുണ്ടാവും. ഈ പൊടിയും പുകയൊക്കെ പോയാൽ അവിടെ തടഞ്ഞു നിൽക്കും, അവിടുന്ന് മേലോട്ട് പോകൂല. പക്ഷേ രാവിലെ ഒരാൾ ശ്വസിക്കാൻ തുടങ്ങി, ഉച്ചയാകുമ്പോഴേക്ക് ഇവൻ്റെ മൂക്കിൻ്റെ ഉള്ളിലെ പശർമയൊക്കെ പോയി അവിടെയൊക്കെയും പൊടിയും പുകയും നിറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അവൻ ശ്വാസം വലിച്ചാൽ അവിടെ ഒട്ടി നിൽക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല. അത് നേരെ കയറി പല സ്ഥലത്തേക്കും പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോഴാണ് നമ്മളെ വിളിക്കുന്നത് ഹയ്യ അലസ്വലാ, ദാ നിസ്കാരത്തിലേക്ക് വരണം, ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരണം എന്ന് പറയുന്നു. ആ വിളി കേട്ട് നമ്മളിതാ പള്ളിയിലേക്ക് വന്ന് വാട്ടർ ടാപ്പിനെ സമീപിച്ച് ഒരു കോരൽ വെള്ളമെടുത്ത് പകുതി വായിലേക്കും ബാക്കി മൂക്കിലേക്ക് വലിച്ചു കയറ്റി ഇടത് കൈ കൊണ്ട് നമ്മൾ ചീറ്റിക്കളയുമ്പോൾ നമ്മുടെ പ്രകൃതിപരമായ പ്രതിരോധ ശേഷി വീണ്ടെടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം 15 തവണ മൂക്കിൻ്റെ ഉള്ളു കഴുകാൻ പഠിപ്പിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമല്ലേ? ഇസ്ലാം നമുക്ക് അഭിമാനമാണ്, ആരോഗ്യദായകമായ ഒരു ജീവിതക്രമമാണ്. ദൈനംദിന ജീവിതത്തിലൂടെ അള്ളാഹു നമ്മളെ പരിശീലിപ്പിച്ചത്. അള്ളാഹു വെറുതെ പറഞ്ഞതല്ല, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. ശാരീരികവും മാനസികവുമായ വൃത്തിയുള്ള ഒരു ജനത്തെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ആ മാലിന്യങ്ങളിൽ നിന്ന് നമ്മൾ ശുദ്ധിയാവണം. കൈകളെ ഉപയോഗിക്കുന്നിടത്ത് പോലും ശ്രദ്ധ വേണം. കാനത്ത് യദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ യുംനാ ലിതുഹൂരിഹി. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുത്തുനബി വലത് കൈ ശുദ്ധീകരണത്തിനും ആഹാരം കഴിക്കാനും ഒക്കെയാണ് ഈ കൈ ഉപയോഗിച്ചത്. അതേ സമയത്ത് വൽ യുസ്റാ ലിഖലാഇഹി വമാ കാന മിൻ അദാ, മാലിന്യങ്ങളെ വൃത്തിയാക്കാൻ, ശൗച്യം ചെയ്യാൻ, ഇതിനൊക്കെ ഇടത് കൈ ഉപയോഗിക്കാൻ. എന്തൊരു സൂക്ഷ്മതയാണത്! ഒരു കൈയിന് നല്ല കാര്യത്തിന്, മറ്റേ കൈയിന് മറ്റു കാര്യത്തിന്, രണ്ട് കൈകളെയും എപ്പോഴും വൃത്തിയാക്കി കൊണ്ടു നടക്കുക. ഈ രീതിയിൽ ശുചിത്വം അത് നമ്മൾ പാലിക്കണം. അത് നമ്മളെ വസ്ത്രത്തിലേക്ക് പടരണം. നമ്മളെ വീടും പരിസരവും വൃത്തിയാവണം. നമ്മളെ ചുറ്റുപാടുകൾ ശുചീകരിക്കപ്പെടണം. അപ്പോൾ മാത്രമേ ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ. മനുഷ്യർ വിസർജിക്കുന്ന മാലിന്യങ്ങളാണ് ഏറ്റവും വലിയ രോഗം പടർത്തുന്ന സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെ കഴുകാനും വളരെ ആരോഗ്യകരമായ രീതിയിൽ മാത്രം അത് വിസർജിക്കാനും വേണ്ടി നിർദ്ദേശിക്കുന്ന മതവും കൂടിയാണ് ഇസ്ലാം. ഇസ്ലാം എവിടെയുണ്ടോ അവിടെ പള്ളികളുണ്ട്. പള്ളികളുടെ ഏറ്റവും വലിയ സൗകര്യം എന്താ? ശാസ്ത്രീയമായുള്ള വിസർജനത്തിനുള്ള സൗകര്യമാണ്. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിലും പല സ്ഥലങ്ങളിലുണ്ട് ആളുകൾ ഇങ്ങനെ പൂന്തോട്ടം നനക്കണ മാതിരി നിൽക്കുന്നവരുണ്ട്. പല ആളുകൾ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അതേ സമയത്ത് ഒരു മുസ്ലിം അത് ചെയ്യാത്തതെന്താ? ഇസ്ലാമിക സംസ്കാരം അങ്ങനെയാണ്. അത് ശാസ്ത്രീയമായിട്ടായിരിക്കണം നമ്മൾ ആ വിസർജ്യങ്ങളെ പുറന്തള്ളുന്നത്. അതിനുശേഷം അതിനെ വൃത്തി വരുത്തണം. അതേപോലെ നമ്മളെ ജീവിത പരിസരം അതൊക്കെ ശുചീകരിക്കപ്പെടണം. ഒരു 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള, മദ്രസ വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിക്കറിയാം മലമൂത്ര വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങളേതാ. അതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പറയുന്നുണ്ട്, ഫലം കായ്ക്കുന്ന മരച്ചോട് പറയുന്നുണ്ട്, ചെറിയ ജീവജാലങ്ങൾ താമസിക്കുന്ന മാളങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും പോയി നമ്മൾ വിസർജിച്ചുകൂടാ. ജനങ്ങൾ സംസാരിച്ചിരിക്കുന്ന സ്ഥലത്ത്, അവർ വഴി പോകുന്ന സ്ഥലത്ത് അവിടെയൊന്നും വിസർജനം പാടില്ല. കാരണം പരിസര മലിനീകരണം അത് ശുചിത്വത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാരകമായ രോഗം പടരാൻ അത് കാരണമായി തീരുമെന്നാണ് ഇസ്ലാം പറയുന്നത്. അതിനാൽ ഒരു വെള്ളവും ജലക്കെട്ടുകളൊന്നും നശിപ്പിക്കാൻ പാടില്ല. തോടുകളിലോ പുഴകളിലോ കൊണ്ടുപോയി മാലിന്യങ്ങളെ വലിച്ചെറിയാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം നമ്മളോട് പറയുന്നത് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്താനാണ്.